ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ വാക്യങ്ങൾ. ഈ വാക്യങ്ങളെക്കുറിച്ച് നമുക്കല്പം ധ്യാനിക്കാം. ധനവാനും ലാസറും. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും അവൻ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. അവൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനികൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവൻ ഒരുവൻ ചെന്നു പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രാഹം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ, ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ വളരെയധികം തവണ വായിച്ച് കേട്ട് ധ്യാനിച്ചിട്ടുള്ള സുവിശേഷ ഭാഗം. ലാസറിൻ്റെയും ധനവാന്റെയും ഈ ഉപമയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം സാങ്കത്യമുണ്ട്. കാരണം ലോകമാസകലം ഇന്ന് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ സമ്പത്തിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, സാമ്പത്തിക കെടുതികൾ കൊണ്ട് നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, സമ്പത്തിൻ്റെ പേരിൽ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ധനവാനെയും ലാസറിനെയും കുറിച്ച് ചിന്തിക്കുന്നത് ഏറെ പ്രസക്തമായ കാര്യമാണ്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ കാരിത്താസ് ഇൻ വേരിത്താത്തെ, സത്യത്തിൽ സ്നേഹം എന്ന ചാക്രിക ലേഖനത്തിൽ നിലവിലെ സാമ്പത്തിക സംവിധാനങ്ങളെയൊക്കെ അപഗ്രഥനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പ സംസാരിക്കുന്നുണ്ട്. മാർപ്പാപ്പ പറയുന്ന വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യത്തിന്, സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ്റെ ആർത്തിയാണ്. മനുഷ്യൻ്റെ ആർത്തിയാണ് ഇന്നത്തെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും സാമ്പത്തിക മാന്ദ്യങ്ങൾക്കും കാരണമെന്ന് മാർപ്പാപ്പ പറയുന്നു. ഗ്രീഡ് ഈസ് എ ഫണ്ടമെൻ്റൽ കോസ് ഫോർ ദ പ്രസൻറ്റ് ഡേ ഇക്കണോമിക് ക്രൈസിസ്. ആർത്തിയുടെ സംസ്കാരം മനുഷ്യനെ അസ്വസ്ഥതയിലും അസംതൃപ്തിയിലും എത്തിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതങ്ങളിൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാകണം. സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ മാറ്റങ്ങളുണ്ടാകണം. എങ്കിൽ മാത്രമേ
സാമ്പത്തിക സുസ്ഥിതിയും സമാധാനവും സംതൃപ്തിയും ഇന്നത്തെ ലോകത്തിൽ ഉണ്ടാകൂ എന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. നമുക്ക് ഈ ഉപമയെ ആഴത്തിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് ആ ധനവാനെക്കുറിച്ച് ചിന്തിക്കാം. പ്രിയപ്പെട്ടവർ, എന്താണ് ആ ധനവാൻ ചെയ്ത തെറ്റ്? എന്തെങ്കിലും തെറ്റ് അയാൾ ചെയ്തോ? ഇന്നത്തെ ഒരു കോടതിക്കും ഈ ധനവാനെ ശിക്ഷിക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? അയാൾ തൻ്റെ പടിവാതിൽക്കൽ കിടന്ന ലാസറിനെ തല്ലി ഓടിച്ചോ? ഇല്ല. കളിയാക്കിയോ? ഇല്ല. ചീത്ത പറഞ്ഞോ? ഇല്ല. പടിവാതിൽക്കൽ കിടന്ന ലാസറിനെ ഈ ധനവാനായ മനുഷ്യൻ ഒന്നും ചെയ്തില്ല. സുവിശേഷം പറയുന്നില്ല. പിന്നെ എന്താണ് ധനവാൻ ചെയ്ത തെറ്റ്? അയാൾ ഒന്നും ചെയ്തില്ല എന്നത് തന്നെ. തല്ലിയില്ലെന്നല്ല, ഉപദ്രവിച്ചില്ലെന്നതല്ല. അയാൾ പോസിറ്റീവായിട്ട്, ക്രിയാത്മകമായിട്ട് ഈ ലാസർ എന്ന ദരിദ്രനായ മനുഷ്യനു വേണ്ടി ഒന്നും ചെയ്തില്ല. അതാണ് ധനവാൻ ചെയ്ത തെറ്റ്. പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ ചെറിയ വേദപാഠ ക്ലാസ്സുകളിൽ ഞാൻ പിഴയാളി എന്ന പ്രാർത്ഥന? എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. പാപം രണ്ട് വിധത്തിൽ: പ്രവൃത്തിയാലുള്ള പാപം, ഉപേക്ഷയാലുള്ള പാപം. സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ. ധനവാൻ ചെയ്തത് ഒന്നും ചെയ്തില്ല, ഉപേക്ഷയാലുള്ള പാപമാണ് ധനവാൻ്റെ പാപം. പ്രിയപ്പെട്ടവരെ, വലിയ കുടുംബത്തിൽ ജനിക്കുന്നത് തെറ്റാണോ? സമ്പത്തുള്ള പ്രസിദ്ധിയുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് പാപമുണ്ടോ? ഇല്ല. പണത്തിന് ദൈവം എതിരാണോ? അല്ല, ദൈവാനുഗ്രഹമാണതും. പിന്നെ എവിടെയാണ് തെറ്റ്? അതിൻ്റെ ഉപയോഗത്തിലാണ് പണത്തിൻ്റെ തെറ്റും ശരിയും അടങ്ങിയിരിക്കുന്നത്. പ്രിയമുള്ളവർ, ആ ധനികൻ്റെ ജീവിതചര്യയെ, അനുദിന ജീവിതത്തെ നമുക്കൊരു പഠനത്തിന് വിധേയമാക്കിയാലോ? ആദ്യത്തെ കാര്യം, ധനവാൻ്റെ ആഡംബര ജീവിതമായിരുന്നു. ബാഹ്യമോടിയും ധൂർത്തും ധാരാളിത്തവും ആഡംബരപൂർവം ജീവിച്ച മനുഷ്യനായിരുന്നു സുവിശേഷത്തിൽ പറയുന്ന ധനവാൻ. അയാൾക്ക് പേരുപോലുമില്ല, ധനവാനെന്നാണ് വിളിക്കുന്നത്. അതാരുമാകാം, ഞാനും നിങ്ങളും ഒക്കെ ആകാം. ധൂർത്തടിച്ച് ധാരാളിത്തത്തിൽ സുഭിക്ഷമായിട്ട് ജീവിച്ചയാൾ ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ വീട് ഒരു കൊട്ടാരം കണക്കെയുള്ള വീടായിരിക്കണം. കാരണം പണ്ട് കാലഘട്ടങ്ങളിൽ പടിവാതിലുള്ളത് വലിയ ബംഗ്ലാവുകൾക്കും വലിയ കൊട്ടാരങ്ങൾക്കും മാത്രമാണ്. ലാസർ ധനവാന്റെ വീടിൻ്റെ പടിവാതിൽക്കൽ ഗേറ്റിലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ വീട് വലിയൊരു കൊട്ടാരം കണക്കെയുള്ള വീടായിരുന്നു എന്നുള്ളതിന് വലിയ സംശയമൊന്നും വേണ്ട. വലിയ വീട്ടിൽ സുഭിക്ഷമായി ജീവിച്ച മനുഷ്യൻ, ബാഹ്യമോടിയിൽ ജീവിച്ചയാൾ, ധാരാളിത്തത്തിൽ ജീവിച്ചയാൾ. മൂന്നാമത്തേത് പട്ടുവസ്ത്രം. ധരിച്ചിരുന്ന വസ്ത്രം പട്ടായിരുന്നു. പട്ടിനൊക്കെ എന്ത് വിലയാണ് ഇന്ന് പോലും. പണ്ട് മനുഷ്യൻ നഗ്നത മറയ്ക്കാൻ പോലും ഉടുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ വിഷമിച്ചിരുന്ന കാലത്തിൽ ലിനൻ, ഇംഗ്ലീഷ് ബൈബിളിൽ ലിനൻ എന്ന വാക്കാണ്. പട്ടുവസ്ത്രം ധരിച്ച് സുഭിക്ഷമായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ. നാലാമത്തേതോ മേൽത്തരം ഭക്ഷണം. എന്നെങ്കിലും തിരുനാൾ വരുമ്പോൾ, കുട്ടികളുടെ ജന്മദിനങ്ങൾ വരുമ്പോൾ, വലിയ വലിയ ആഘോഷങ്ങളിൽ നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ ധനവാന്റെ ദിനചര്യയായിട്ട് പറയുന്ന കാര്യമാണിത്. എന്നും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച്, നല്ല പട്ടുവസ്ത്രം ധരിച്ച്, ആഡംബരങ്ങളോടും പ്രൗഢിയോടും കൂടി ജീവിച്ച ഒരു മനുഷ്യനെയാണ് ധനവാനായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത കഥാപാത്രം ലാസർ. അദ്ദേഹത്തെ നമുക്കൊന്ന് പഠിച്ചാലോ? ലാസറിൻ്റെ പേര് എലയാസർ എന്നതിൻ്റെ ഒരു ലാറ്റിനൈസ്ഡ് ഫോം ലാസർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ലാസർ എന്ന വാക്കിന് അർത്ഥമുണ്ട് ദൈവം മാത്രം ആശ്രയത്തിനുള്ളവൻ. ധനവാന് പേരില്ലാതെ ധനവാനെന്ന് പറഞ്ഞിരിക്കുന്നു. ലാസറിന് ലാസർ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. പേര് കൊടുത്ത് അവതരിപ്പിക്കുമ്പോൾ
പേരിൻ്റെ അർത്ഥം ദൈവം മാത്രം ആശ്രയമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ആ കഥാപാത്രത്തെ ദൈവം എന്തുമാത്രം ശ്രദ്ധയോടെയാണ് സുവിശേഷത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന്. ഇനിയോ ലാസർ എന്താ ഭക്ഷിച്ചിരുന്നത്? ലാസർ ഭക്ഷിച്ചിരുന്നത് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളാണത്രേ. അപ്പക്കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ മനസ്സിലാക്കണം? പണ്ട് കാലത്ത് യഹൂദ പാരമ്പര്യത്തിൽ കാലഘട്ടത്തിൽ സ്പൂണും ഫോർക്കും ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ കയ്യിലെ കൊഴുപ്പെല്ലാം അകറ്റിക്കളയാൻ അപ്പം ഉപയോഗിച്ചാണത് ചെയ്തിരുന്നത്, ബ്രെഡൊക്കെ ഉപയോഗിച്ച്. ഈ ബ്രെഡിൻ്റെ റൊട്ടിയുടെ കഷ്ണങ്ങൾ കൊണ്ട് കൈ വൃത്തിയാക്കിയിട്ട് ഈ കഷ്ണങ്ങളെല്ലാം കൂട്ടിക്കഴിയുമ്പോൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും സദ്യയോ വിരുന്നോ ഒക്കെ ആണെങ്കിൽ ഈ കൂട്ടിയിടുന്ന അപ്പക്കഷ്ണങ്ങളാണത്രേ ഈ ലാസർ ഭക്ഷിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ധനവാന്റെ സുഭിക്ഷതയിൽ നിന്ന് ഒന്നും കൊടുത്തില്ല. കഴിച്ചിരുന്നത് താഴെ വീഴുന്ന കൈ നന്നാക്കാൻ ഉപയോഗിക്കുന്ന അപ്പക്കഷ്ണങ്ങൾ. ഓർക്കണം, ധനവാൻ എന്ന മനുഷ്യൻ വലിയ തെറ്റ് ചെയ്തില്ലെങ്കിലും പടിവാതിൽക്കൽ കിടന്ന ലാസറിനെ കണ്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇയാൾ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ വീട്ടിൽ നിന്ന് അകത്തേക്ക് വരുമ്പോഴും ഇയാളെ കണ്ടു കാണില്ലേ? ഗേറ്റിന് പടിവാതിൽക്കൽ കിടക്കുന്ന ആളെ ഇയാൾ എപ്പോൾ പുറമെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അകത്ത് കയറിയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടാകും. പക്ഷേ കണ്ടതായിട്ട് ഭാവിച്ചില്ല. ഇത് ദൈവത്തിരുമുമ്പിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ദൈവം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ കോടതിയിൽ ശിക്ഷാർഹമായ തെറ്റാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവന് കൊടുക്കണം, സഹോദരന് കൊടുക്കണം, പങ്കുവയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? വായിച്ചില്ലെങ്കിൽ വായിക്കണം. അബ്രാഹം തൻ്റെ സഹോദരൻ ലോത്തുമായിട്ട് സ്വത്ത് പങ്കുവയ്ക്കുന്ന രംഗം സുന്ദരമാണത്. അബ്രാഹം തൻ്റെ സഹോദരനായ ലോത്തിനോട് പറയുകയാണ്, സഹോദര, ഞാനും നീയും നമ്മുടെ ആട്ടിടയന്മാർ തമ്മിലും യാതൊരു തർക്കവും പാടില്ല. കാരണം നമ്മൾ സഹോദരന്മാരാണ്. നീ നോക്കിയേ, വളരെ ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ് നമ്മുടെ. നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ എടുത്തോളുക. നിനക്ക് വലതുവശത്തേക്ക് പോകണമെങ്കിൽ നീ പൊയ്ക്കോളൂ, ഞാൻ ഇടത്തോട്ട് പൊയ്ക്കോളാം. നിനക്ക് ഇടതുവശത്തെ ഭൂമി വേണമെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് എടുത്തോളാം. അബ്രാഹം തൻ്റെ സഹോദരന് ഇഷ്ടപ്പെട്ടത് കൊടുത്തിട്ട് ഫലഭൂഷ്ടി ഇല്ലാത്ത ലോത്ത് നല്ലത് തിരഞ്ഞെടുത്തെങ്കിലും ഫലഭൂഷ്ടി ഇല്ലാത്ത ഭൂമിയിലൂടെ അബ്രാഹം നടന്നു നീങ്ങുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, അബ്രാഹം, നീ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നടക്ക്. നീ നടക്കുമ്പോൾ നിനക്ക് കാണുന്നതെല്ലാം നീ സ്വന്തമാക്കിക്കൊള്ളൂ. എല്ലാം നിനക്കുള്ളതാണ്. കടലിലെ മണൽത്തരികൾ പോലെ നിനക്ക് ഞാൻ സന്താനങ്ങളെ നൽകും. ദൈവം അബ്രാഹത്തെ കയ്യിലെടുത്ത് സംരക്ഷിക്കുന്ന, അബ്രാഹത്തിന് നിരവധിയായ വാഗ്ദാനങ്ങൾ നൽകുന്ന, അബ്രാഹത്തെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നുണ്ട്. സ്വത്ത് സഹോദരനുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി പരസ്പരം തല്ലുകൂടുമ്പോൾ, ചേട്ടനും അനിയനും പരസ്പരം കലഹിക്കുമ്പോൾ, കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ആർക്കും കൊടുക്കാതെ പിടിച്ചു വയ്ക്കുമ്പോൾ ഓർക്കണം, ദൈവം അബ്രാഹത്തെ അനുഗ്രഹിച്ചതുപോലെ നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവ തിരുമനസ്സിന് കീഴ്പ്പെടുന്ന രീതിയിൽ നീ വ്യാപരിക്കണം എന്ന് സുവിശേഷം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം കായേനും ആബേലും നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന ചിത്രം എന്താണ്? നിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ നീയാണ്, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കണം. പ്രിയമുള്ളവരെ, സുഭാഷിതം 21:13, സുഭാഷിതങ്ങൾ 21:13 വായിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. പറയുന്നുണ്ട്,
ദരിദ്രൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവൻ വിലപിക്കേണ്ടി വരും, അവൻ്റെ നിലവിളി ആരും കേൾക്കില്ല. ദരിദ്രൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവൻ വിലപിക്കേണ്ടി വരും, അവൻ്റെ നിലവിളി ആരും കേൾക്കില്ലെന്ന് സുഭാഷിതങ്ങൾ 21:13 ഒരു താക്കീത് എന്ന വണ്ണം എന്നോടും നിന്നോടും പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിച്ചില്ലേ ധനവാൻ, എങ്ങനെയെങ്കിലും അല്പം വെള്ളം കിട്ടാനായിട്ട്? കിട്ടിയില്ലല്ലോ, അവൻ്റെ കരച്ചിൽ ആരും കേട്ടില്ല. ദരിദ്രനോട്, ഇല്ലാത്തവനോട് കണ്ണടച്ചാൽ, അവനെ മാറ്റി നിർത്തിയാൽ, ഉപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ വാക്കുകളെ, കരച്ചിലുകളെ കേൾക്കില്ല എന്ന് മറക്കാതിരിക്കണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാണ് ലാസർ? ലാസർ എന്നാൽ റബ്ബർ തോട്ടം ഇല്ലാത്തവനും ബാങ്ക് ബാലൻസ് ഇല്ലാത്തവനും മാത്രമല്ല. ദരിദ്രൻ അഥവാ ലാസർ എന്നാൽ ആരാണ്? റബ്ബർ തോട്ടവും വലിയ ബംഗ്ലാവുകളും ഇല്ലാത്തവരല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ പടിവാതിൽക്കൽ ലാസർമാരുണ്ട്. പ്രിയമുള്ളവരെ, ആരാണ്? ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ. എൻ്റെ നോട്ടത്തിനും എൻ്റെ നല്ല വാക്കുകൾക്കും എൻ്റെ കരുതലിനും എൻ്റെ ന്യായത്തോടുകൂടി കരുണയോടുകൂടിയുള്ള പെരുമാറ്റങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പടിവാതിൽക്കൽ കാത്തുകിടക്കുന്നവർ ദരിദ്രനാണ്, ലാസറാണെന്ന് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ, വീടിന് പുറമെയുള്ള, കുടുംബങ്ങൾക്ക് പുറമെയുള്ള, സഹോദരങ്ങൾക്ക് പുറമെയുള്ളവരെ നമ്മൾ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും പോകുമ്പോൾ ഓർക്കണം, എൻ്റെ കുടുംബത്തിൽ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ പടിവാതിൽക്കൽ ലാസറുണ്ട്, ദരിദ്രനുണ്ട്, സ്നേഹത്തിനു വേണ്ടി, പരിഗണനയ്ക്ക് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കണം. ഉള്ളത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പകുത്തു കൊടുത്താൽ ദൈവം സമൃദ്ധിയായിട്ട് തരും, ഇന്നല്ലെങ്കിൽ നാളെ. ആ കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. ആർക്കും കൊടുക്കാതെ വാരിക്കൂട്ടി പൊതിഞ്ഞു സൂക്ഷിക്കുന്നതെന്നും ഒരിക്കലും മനസമാധാനം നമുക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ ആരും ഉറപ്പ് വിചാരിക്കേണ്ട. കാക്കകളെ നമ്മൾ കണ്ടിട്ടില്ലേ? തീറ്റ കണ്ടാൽ അത് മറ്റുള്ള കാക്കകളെല്ലാം വിളിച്ചു കൂട്ടും, ശബ്ദമുണ്ടാക്കി വിളിക്കും. മറ്റ് കാക്കകളെല്ലാം വന്ന് അത് ആ ആഹാരം ഒരുമിച്ച് ഭക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനെ, ദൈവം നൽകിയതിനെ നല്ല മനസ്സോടെ പങ്കുവയ്ക്കാൻ ഒരു ശ്രദ്ധ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരു കരുതൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ നമ്മെ വളരെയധികം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യന് ആകാശത്തേക്കുള്ള ദൂരം കുറവാണ്. ആകാശത്തേക്ക് മനുഷ്യന് യാത്ര ചെയ്യാൻ മനുഷ്യന് ദൂരം കുറവാണെങ്കിൽ, ആകാശത്തേക്കാൾ മനുഷ്യന് ദൂരക്കൂടുതൽ തോന്നുന്നത് അയൽപ്പക്കങ്ങളിലേക്കാണ്. തൊട്ടടുത്തുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ, അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ സ്വന്തം കാര്യം മാത്രം നോക്കി AC ഇട്ട് ജനൽമുറികളെല്ലാം അടച്ച് കതകടച്ച് മുറിയിൽ സുരക്ഷിതരായിട്ട് കഴിയുന്ന നമ്മളൊക്കെ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് മറക്കാതിരിക്കാം. ജീവിതത്തെ ആഴത്തിൽ ഒരു പുനഃപരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കാം. പരോപകാരാർത്ഥമിതം ശരീരം എന്നല്ലേ? ശരീരം പോലും പരോപകാരം ചെയ്യാനുള്ളതാണെങ്കിൽ ഉള്ളതിനെ, സമ്പത്തിനെ ദൈവത്തിന് അനുഗ്രഹമായിട്ട് കിട്ടിയതാണല്ലോ അത്. നന്ദിയോടെ ഓർക്കാം, കൊടുക്കാനുള്ളൊരു ശ്രദ്ധയുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ച് സമ്പന്നരാകാൻ നോക്കാതെ സമ്മാനിച്ച് സമ്പന്നരാകാൻ നമുക്ക് ശ്രമിക്കാം. സമ്പാദിച്ച് സമ്പന്നരാകാൻ നോക്കാതെ സമ്മാനിച്ച് സമ്പന്നരാകാൻ ശ്രമിക്കാം. ഒരു പാട്ടുണ്ട്, അതിങ്ങനെയാണ്. പ്രാർത്ഥനാപൂർവം നമ്മുടെ ജീവിതങ്ങളെ നമ്മളെ ആഴത്തിൽ പരിശോധിക്കാൻ അത് സഹായിക്കും.
ദൈവത്തെക്കാൾ അധികമായി സമ്പത്തിനെ സ്നേഹിക്കല്ലേ. സമ്പാദ്യം നിന്റെ ഹൃത്തിൽ വിഗ്രഹമായി മാറിടല്ലേ. നീ നേടും സമ്പാദ്യമെല്ലാം നിന്നിൽ നിന്നകന്നു പോകും. ദൈവത്തിൻ്റെ സ്നേഹം മാത്രം എന്നും നിന്റെ കൂടെയുണ്ട്. വാരിക്കൂട്ടുന്നതൊന്നും ആരും കൊണ്ടുപോകില്ല. മരിച്ചടക്കിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. ആരും ചേട്ടൻ ഇത്രയധികം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ എന്ന് പറഞ്ഞ് 1000-ൻ്റെ നോട്ടെടുത്ത് പെട്ടിയിൽ വെക്കാറില്ല. കണ്ടിട്ടില്ല, ഞാനും ചെയ്യില്ല, ആരും ചെയ്യില്ല. കാരണം എന്താണ്? ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം നാൾ മാത്രമേ ഉള്ളതൊക്കെ പ്രയോജനപ്പെടുകയുള്ളൂ. പോകണം, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകണം സ്വന്തം വീട്ടിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക്. അതിന് ഒരുക്കത്തോടെ ജീവിക്കാൻ കിട്ടിയ ദാനങ്ങളെ, സമ്പത്തിനെ, അനുഗ്രഹങ്ങളെ, കഴിവുകളെ, നന്മകളെ സഹോദരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു പരിശ്രമമെങ്കിലും ഉണ്ടാകട്ടെ. പൂർണ്ണമായിട്ടും ആരും വിജയിക്കണമെന്നില്ല എങ്കിലും ഒരു പരിശ്രമം അത് പ്രധാനപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം, അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.